Okay, very good. Good morning. Good. Very good. സോ നമ്മൾ ഓൾറെഡി ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സെഷനിലേക്ക് എൻ്റർ ആവാം. എല്ലാവരും കംഫർട്ട് ആണല്ലോ അല്ലേ? ഡിസ്റ്റർബ്ഡ് ഒന്നും അല്ലല്ലോ? കംഫർട്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. സോ ഞാനിന്ന് സബ്ജക്ട് സെലക്ട് ചെയ്ത് ഹോർമോൺസ് ആൻഡ് ഫങ്ഷൻസ് ആണ് സബ്ജക്ട് സെലക്ട് ചെയ്തത്. നമ്മൾ എല്ലാ ഹോർമോൺസിനെ കുറിച്ചൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. പക്ഷെ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു ഫീൽ ഗുഡ് ഹോർമോൺസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഹാപ്പി ഹോർമോൺസിനെ കുറിച്ച്. സോ വിഷ് യു ഓൾ എ ഹാപ്പി മോർണിംഗ്. ഗുഡ്. ഒന്ന് ചിരിക്കാം അല്ലേ? ചിരിച്ചൂടെ? ഓക്കെ. ചിരിച്ചാൽ ഗുണം നമുക്ക് ഇവിടുത്തെ കുറച്ച് മസിൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നന്നായി വികസിക്കും. അപ്പൊ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് ഫേസിൽ കുറച്ച് ബ്ലഡ് ഒക്കെ കൂടും, ഒരു ഗ്ലോ ഒക്കെ കിട്ടും. ഹെർബൽ ലൈഫിലുള്ളവരെല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെയാണ്. പക്ഷെ ഒരു ചിരി കൂടി പൊന്നുകൂടത്തിന് പൊട്ടെന്ന് പറഞ്ഞ പോലെ ഹെർബൽ ലൈഫിലെ സുന്ദരന്മാർക്കും സുന്ദരിമാരും ഒക്കെ ഒരു ചിരി കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആഡഡ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. സോ നമ്മുടെ ചിരിക്കുമ്പോ തന്നെ ചിരി മാറ്റുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പലപ്പോഴും നമ്മുടെ ചിരി മാഞ്ഞു പോകുന്നതിന്റെ കാരണം. അപ്പൊ അങ്ങനെ വരുന്ന നമ്മളെ എന്താ പറയാ, നമ്മുടെ ലൈഫിൽ ലിവ് യുവർ ബെസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഹെർബൽ ലൈഫിന്റെ ഒരു ടാഗ് ലൈൻ അതാണ്, ലിവ് യുവർ ബെസ്റ്റ് ലൈഫ്. നല്ല ജീവിതം ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ നല്ല ജീവിതം ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ നല്ല ജീവിതത്തെ നശിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാൻ നെഗറ്റീവിലേക്ക് പോവല്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ രണ്ട് മൂന്ന് ഏരിയാസിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ അവിടെ ഒരു കറക്ഷൻ വരുത്തിയാൽ, അവിടെ ഒരു നമുക്കൊരു മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ്, നമുക്ക് ലൈഫ്, നമുക്ക് ഇനിയുള്ള റിമൈനിങ് പാർട്ട് ഓഫ് ദ ലൈഫ് നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മെമ്മറീസ്, ഹീലിംഗ് ഓഫ് മെമ്മറീസ്. നമ്മുടെ ഓർമ്മകളിൽ കുറേ സംഗതികൾ കിടപ്പുണ്ട്. നല്ല കാര്യങ്ങൾ നമ്മൾ വളരെ അപൂർവമായിട്ട് ഓർക്കാറുള്ളൂ. അതേസമയം നമ്മളെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആവശ്യമില്ലെങ്കിൽ ഓർത്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ മെമ്മറീസിൽ നമുക്ക് ഒരു ഹീലിംഗ് ആവശ്യമാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി, നമ്മൾ ജനിച്ചപ്പം മുതൽ നമ്മുടെ ഡേ 1 തുടങ്ങി ഇതുവരെയോ ഉള്ള നമ്മുടെ ലൈഫിൽ വന്നു പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതില് ഹാപ്പി മൊമെന്റ്സിനേക്കാൾ കൂടുതൽ ഒരു പക്ഷെ നമുക്ക് ഒരു എന്താ പറയാ ഗ്രീവ്നെസ് ആയിരിക്കും, ഒരു വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും ഒരു പക്ഷെ കൂടുതൽ ഉണ്ടായിട്ടാവും. അപ്പൊ അതിലൊക്കെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. അപ്പൊ നമുക്കത് കുറച്ചും കൂടെ നമുക്ക്, അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഉദ്ദേശിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ പറയുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ്, നമ്മുടെ ഇതുവരെ നമ്മുടെ പൂർത്തീകരിക്കാത്ത കുറെ ആഗ്രഹങ്ങളുണ്ട് ലൈഫിൽ. നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും, നടക്കാതെ പോയ കാര്യങ്ങൾ, ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയ കാര്യം, അങ്ങനെ അൺഫുൾഫിൽഡ് ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ കിടക്കുന്ന കുറെ ഡിസൈർസ്, നമുക്ക് ഇതുവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ, പൂർത്തീകരിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കേണ്ടത്. അതാണ് ഒരു രണ്ടാമത്തെ ഒരു ഏരിയ. മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫോൾസ് ഇൻഫർമേഷൻ ആണ്. തെറ്റായിട്ടുള്ള അറിവുകൾ നമ്മുടെ ലൈഫിൽ വന്നിട്ട് അത് നമ്മളെ സന്തോഷം ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഈ ഒരു 3 ഏരിയാസിൽ, ഈ 3 മേഖലകളിൽ നമുക്കൊരു എന്താ പറയാ ഒരു ഹീലിംഗ്, ഒരു സൗഖ്യം കിട്ടിയാല്, ഒരു ആശ്വാസം കിട്ടിയാല് നമുക്കൊരു ഹാപ്പിനെസ് എന്നും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ആദ്യത്തെ ഒരു കാര്യം എന്താണ്? ഹീലിംഗ് ഓഫ് മെമ്മറീസ്. നമ്മുടെ ഓർമ്മകള് സുഖപ്പെടണം. ഇതിനു മുമ്പ് ഒരു സെഷനില് നമ്മുടെ വെൽനസ് കോച്ച്, സീനിയർ വെൽനസ് കോച്ച് കബീർ ഒരു സെഷൻ കൈകാര്യം ചെയ്തപ്പോ പറഞ്ഞു, ഇങ്ങനെ ഓർമ്മകളെ കുറിച്ചൊക്കെയുള്ള പറഞ്ഞപ്പോ നമുക്കിതൊക്കെ പറയാനായിട്ട് വളരെ അടുത്ത ഒരു സ്നേഹിതനുണ്ടെങ്കിൽ കുറേയേറെ ആശ്വാസം ലഭിക്കുന്ന പറയാൻ. അത് ശരിയാണ്, തീർച്ചയായിട്ടും അങ്ങനെ ഒരാളാണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് മനസ്സ് തുറന്ന് ഒന്ന് പറയാനും, പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാനും, അത് മറക്കാനും. മറന്നാ പോരാ, അവിടെ മറന്നാൽ പോലും
മറന്നു കളയലല്ല വേണ്ടത്, അത് ഒരു സുഖപ്പെടലാണ് വേണ്ടത്, ഒരു ഹീലിംഗ് നടക്കണം. അപ്പോ ഹീലിംഗ് നടന്നാൽ എന്താ ഗുണം? ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ വേട്ടയാടല്, അതിങ്ങനെ നമ്മുടെ പിന്നാലെ വരില്ല, അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഓർമ്മകൾ നമ്മുടെ പുറകെ വരില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഈ ഒരു മെമ്മറി ഹാപ്പൻ എങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മളെ കുത്തണ്ടോ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ അല്ലെ. എന്റെ പേര് ഷാജൻ എന്നാണ്, വയസ്സ് 51, വീട് തൃശ്ശൂർ ജില്ലയില് ചാലക്കുടിയിലാണ്. കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ഹെർബൽ ലൈഫില് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നു. ഒരു വെൽനസ് കോച്ചാണ്, കുറെ പേരെ സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. ഹെർബൽ ലൈഫിന്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 27 കിലോ വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ വൈഫ് ആണെങ്കിൽ ഒരു 8 വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഫാമിലി എല്ലാവരും, എന്റെ മക്കളും ഹെർബൽ ലൈഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അവർ ഹെൽത്തിയാണ്. താങ്ക്സ് ടു മൈ കോച്ച് സ്മിത ആൻഡ് കൃഷ്ണകുമാർ. താങ്ക്സ് ഹെർബൽ ലൈഫ്, താങ്ക്സ് സ്മാർട്ട് ടിപ്സ്. ഓക്കെ, അപ്പൊ മെമ്മറീസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ ആ ഒരു എക്സാമ്പിളിലേക്ക് വരാം. ഒരു 35 വർഷം, ഇപ്പൊ എനിക്ക് വയസ്സ് 50 ആണെന്ന് പറഞ്ഞു, ഒരു 35 വർഷം മുമ്പ് സംഭവിച്ച ഒരു കാര്യം. അതായത് എനിക്ക് 15, ഞാൻ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ അയൽപക്കത്ത് ഉണ്ടായ ഒരു ഇൻസിഡന്റ്. രണ്ടുപേര് തമ്മിലുള്ള ഒരു വഴക്കാണ്. വഴക്കിനിടയിൽ അവര് ഉപയോഗിച്ച ചില കാര്യങ്ങൾ, അത് ഞാനുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പോലും അത് വളരെയധികം എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന, കാരണം അതിന്റെ ഒരു യാഥാർത്ഥ്യം, ആ സംഭവത്തിന്റെ യാഥാർത്ഥ്യം അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് അവരുപയോഗിച്ച ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അതെനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അപ്പോ അതങ്ങനെ ഒരു സംഭവം നടന്നു ഒരു 35 കൊല്ലം മുമ്പ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. ഈ ഒരു 3 വർഷം മുമ്പ് ഈ പ്രശ്നങ്ങൾ, ഈ രണ്ടുപേര് തമ്മിലുള്ള തർക്കം ഉണ്ടായാലോ. ഒരാളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയാൻ വഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയാൻ നോക്കിയത്. വിശ്വനാഥൻ എന്നാണ് ആളുടെ പേര്, ഒരു കക്ഷിയുടെ പേര്. അപ്പൊ ഞാന് ഒരു 3 വർഷം മുമ്പ് ഞാന് യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ കോഴിക്കോട് ഭാഗത്ത്, മലബാർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാൻ ഒരാളെ കണ്ടു. ആ ആളെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ അകലെ നിന്ന്, ഞാൻ ബസ്സിലിരിക്കുന്നു, ഇയാള് ബസ് സ്റ്റാൻഡില് ദൂരെ നിൽക്കുന്നുണ്ട്, ഞാൻ അയാളെ കണ്ടു. അയാളെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഞാൻ കാണുന്ന ആ വ്യക്തി വിശ്വനാഥനല്ല, പക്ഷെ ഞാൻ കണ്ടത് വിശ്വനാഥനെയാണ്. ആ വ്യക്തിനെ കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് വിശ്വനാഥനാണ്. അപ്പൊ വിശ്വനാഥനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോ, മനസ്സിലായപ്പോ എന്റെ മനസ്സിലേക്ക് ഫസ്റ്റ് വന്ന ഓർമ്മ എന്ന് പറയുന്നത് ഈ ഒരു 35 വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോ ഇന്ന് നമ്മുടെ ലൈഫിലും ഞാൻ ഈ ഒരു ഇൻസിഡന്റ് പറയാൻ കാരണം അത് എത്രമാത്രം എന്റെ ഉള്ളില്, എന്റെ ഓർമ്മയില് എത്രമാത്രം ഇൻവോൾവ് ആയി, ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പൊ 35 വർഷമായാലും 40 വർഷമായാലും നമുക്ക് ജീവനുള്ളിടത്തോളം കാലം ചില ഓർമ്മകൾ നമ്മളെ വിട്ടു പോവില്ല. അപ്പോ അത് എന്താ സംഭവിക്കുന്നത്? ഈ ഓർമ്മ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വിശ്വനാഥൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ഞാൻ കാണുന്നത്. ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെയാണ് ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ കണ്ടത്. പക്ഷെ കണ്ടപ്പോഴേക്കും ഞാൻ ഓർക്കുന്നത് വിശ്വനാഥനേക്കാൾ ഉപരി ഞാൻ ഓർക്കുന്നത് വിശ്വനാഥനുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവത്തെയാണ് എന്റെ ഉള്ളിലേക്ക് വന്നത്. അപ്പോ അവിടെ എന്താണ്, അവിടെ എന്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, എന്റെ മനസ്സിൽ ഈ 35 വർഷം മുമ്പ് സംഭവിച്ച ആ ഒരു ഇൻസിഡന്റ്, ഒരു ചെറിയ ഒരു നേർത്ത മറന്നുപോയി. ഞാൻ 35 വർഷത്തിനിടയിൽ അത് ഓർത്തിട്ടില്ല. പക്ഷെ ഓർക്കാനിടയായത് ഈ ഒരു ഇൻസിഡന്റാണ്. ഈ ഒരു ഇൻസിഡന്റ് ഓർത്തപ്പോഴേക്കും അന്നുണ്ടായ കാര്യങ്ങൾ റീവൈൻഡ് ചെയ്തു വന്നപ്പോ എവിടെയോ ഒരു ചെറിയ വേദന ഇല്ലേ. 35 വർഷമായിട്ട് കാലത്തിന് മാറ്റാൻ പറ്റാത്ത വേദനകളില്ല, ഓർമ്മകളില്ല എന്നൊക്കെ പറയുമെങ്കിലും ആ ഒരു കാര്യം ചെറുതായിട്ട് ഓർക്കാനിടയായി. അങ്ങനെ ഓർക്കാനിടയപ്പോ എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം, നമ്മുടെ മൂഡ്, നമ്മുടെ ചിന്തകള്, നമ്മുടെ ധാരണകള്, ആ കാര്യങ്ങളൊക്കെ മാറ്റം സംഭവിക്കും.
35 വർഷം മുമ്പ് എന്ത് സംഭവിച്ചോ ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ വീണ്ടും പോകും. അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം വീണ്ടും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ്, നമ്മുടെ മൈൻഡ്, നമ്മുടെ ഓർഗൻസ്, ഹോർമോൺസ്, ഇതൊക്കെ അന്ന് എന്തുണ്ടായ അവസ്ഥയിലേക്കാണോ അത് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും പോകാനായിട്ട് ഇടയാവും. അപ്പൊ എന്ത് വേണം? വേണ്ടത് എന്താ വെച്ചാല് ഇങ്ങനെയുള്ള ഓർമ്മകൾ നമ്മിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു ഹീലിംഗ് നടക്കും, അവിടെ ഒരു സൗഖ്യം ഉണ്ടാകും. അതിനെ എന്താ പറയാ, നമുക്ക് പിന്നീട് ഒരിക്കലും നമ്മളെ അത് വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആ സാഹചര്യത്തോട് ഞാൻ പൊരുത്തപ്പെടേണ്ടത് അല്ലേ? അങ്ങനെ ഒരു വാക്കില്ലേ, പൊരുത്തപ്പെടുക. ക്രിസ്ത്യൻസിന്റെ ഇടയിൽ വാക്ക് ക്ഷമിക്കുക, പൊറുക്കുക എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു പൊറുക്കല്, ഒരു പൊരുത്തപ്പെടല്, ഒരു ക്ഷമ, ഇതൊക്കെ ആ ഒരു സാഹചര്യം വ്യക്തികളുമായിട്ടൊക്കെ റിലേറ്റ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഉണ്ടായാൽ മാത്രമാണ് അതിനെ തുടർന്നുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒരു കാര്യം. അതായത് നമ്മുടെ മെമ്മറീസ്, നമ്മുടെ ഓർമ്മകൾക്ക് ഒരു സൗഖ്യം സംഭവിക്കണമെങ്കിൽ, ഒരു ഹീലിംഗ് മെമ്മറീസ് ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ഫോർഗീവ്നെസ് ഉണ്ടാവും, ഒരു പൊറുക്കൽ, ഒരു ക്ഷമ, അല്ലെങ്കിൽ ഒരു പൊരുത്തപ്പെടൽ ആ വ്യക്തികളോടുണ്ടാകണം, അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുണ്ടാകണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഓർമ്മകളുടെ ഒരു സൗഖ്യം സംഭവിക്കുള്ളൂ. അത് നമുക്ക് എന്താണ് എഫക്റ്റ്? അങ്ങനെ ഒരു ഹീലിംഗ് കിട്ടിയാലോ എന്താ ഗുണം? ഹീലിംഗ് കിട്ടിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ ഓർമ്മകൾ ഡിസ്റ്റർബ് ചെയ്യില്ല. ഫ്യൂച്ചർ ലൈഫിൽ, നമ്മുടെ ഭാവിയിൽ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കും. അപ്പൊ എന്താ അതിന്റെ ഗുണം? നമ്മളെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു ലൈഫാണെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് മാറ്റർ. രണ്ടാമത്തെ മാറ്റർ എന്താണ്? അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്, നമ്മുടെ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ. നമ്മളൊക്കെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വരുന്നവരാ ഓരോരുത്തർ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ആൾക്കും ഒരേ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിക്കോളണമെന്ന് ഒരു നിർബന്ധമില്ല. എന്നാ അങ്ങനെ സംഭവിച്ചിട്ടുള്ളവരുണ്ടാകാം, ഒരേ എക്സ്പീരിയൻസ് നേരിട്ടിട്ടുള്ളവരും ഉണ്ടാകാം. അപ്പോ എന്ത് സംഭവിക്കും? നമുക്ക് അങ്ങനെ വ്യത്യസ്തരായതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഡിഫറെന്റ് ആയിരിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സപ്രസ് ചെയ്ത് ഫുൾഫിൽ ചെയ്യാതെ, പൂർത്തീകരിക്കാതെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, ഗോൾസ്, അച്ചീവ്മെന്റ്സ്, ഇതൊക്കെ ഇങ്ങനെ ഫുൾഫിൽ ചെയ്യാതെ അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും അത് നമ്മുടെ ഹാപ്പിനെസ്സിനെ കുറച്ചുകൂടി വരും. നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാനായിട്ട് ഇടയാവും. അപ്പോ സന്തോഷം നഷ്ടപ്പെടാൻ ഇടയാകും. ഞാൻ പറഞ്ഞ നമ്മളെ ഈ ഒരു ഏരിയാസിൽ, ഞാൻ പറയുന്ന ഈ ഒരു 3 ഏരിയാസിൽ നമുക്ക് ഹീലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് എൻജോയ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പൊ ഈ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള, പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ എന്താണ് സംഭവിക്കുന്നത് വാസ്തവത്തില്? ഇപ്പോ ഒരു സാഹചര്യം ക്രിയേറ്റ് ആയി, നമുക്ക് ആഗ്രഹങ്ങൾ സാധിക്കാവുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ലൈഫ് മാറുമ്പോ ഒരു പക്ഷെ നമ്മുടെ ചിലർക്കെങ്കിലും അവരുടെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ ആവശ്യത്തിന് ഒരു പക്ഷെ ഭക്ഷണം കിട്ടാത്തവരുണ്ടാകാം, അല്ലെങ്കിൽ വേണ്ട ഒരു ഡ്രസ്സ് കിട്ടാത്തവരുണ്ടാകാം, അംഗീകാരം കിട്ടാത്തവരുണ്ടാകാം. അങ്ങനെ ആഗ്രഹിച്ച പലതും നഷ്ടപ്പെട്ടു പോയിട്ട്, ഇപ്പോ ചിലർക്കാണെങ്കിൽ അനാഥരായി പോയിട്ടുള്ളവരുണ്ടാകാം. അപ്പൊ അവരൊക്കെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ടാകും. അപ്പൊ അതിന്റെ ഒരു സമയം, നമ്മുടെ ഗ്രോൺ അപ്പ് ആകുമ്പോ, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മളെത്തുമ്പോഴേക്കും നമ്മൾ അറിയാതെ ഒരു എന്താ പറയാ, ഒരു അഡിക്ഷനിലേക്കൊക്കെ ചിലർ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോ എൻ്റെ ഒരു സുഹൃത്തും അപ്പോ പുള്ളിക്ക് വളരെ കഷ്ടപ്പെട്ട അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്ത ഒരു ലൈഫ് സ്റ്റൈലിൽ വന്ന ഒരാളാണ്. അപ്പൊ ആള് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഇടയ്ക്ക് ഞങ്ങള് ഇങ്ങനെ ഫ്രണ്ട്സ് ഒരുമിച്ച് കൂടുന്ന സമയത്ത് കണ്ടുമുട്ടാറുണ്ട്. അപ്പൊ ആ വ്യക്തിനെ ഞാനിങ്ങനെ നോക്കുമ്പോ, ഇപ്പൊ പുറത്താണ്, വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ആളുടെ സ്ട്രഗിളൊക്കെ എനിക്കറിയാം. നേരത്തെ ചൈൽഡ്ഹുഡിലെ സ്ട്രഗിളൊക്കെ എനിക്ക് അറിയാവുന്ന ആളാണ്. അപ്പൊ ഞാൻ വരുന്ന സമയത്ത് ആള് ധാരാളം വസ്ത്രങ്ങൾ ഉപയോഗിക്കും. ഒരുപാട് കളക്ഷൻസും ഉണ്ട് പുള്ളിയുടെ ഡ്രസ്സിൽ. അപ്പൊ അതും ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുന്നു.
അപ്പോ അതൊരു ഫുൾഫിൽമെന്റ് ആണ്. ആൾക്ക് അന്ന് നഷ്ടപ്പെട്ടു പോയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അന്ന് പൂർത്തിയാകാതിരുന്ന കാര്യങ്ങൾ ആളുടെ കംപ്ലീഷനിലേക്ക് വരുമ്പോ ആൾക്ക് അത് ഭയങ്കര ഒരു എൻജോയ്മെന്റ് ആണ്. ഈ ഡ്രസ്സ് വാങ്ങുക എന്നുള്ളത് ആൾക്ക് ഒരു വലിയൊരു എൻജോയ്മെന്റ് ആണ്. എത്രയാണെങ്കിലും ആള് വാങ്ങും. അപ്പോ ആൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ദൂർത്തടിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ആൾ അതുപോലെ ഹെൽപ്ഫുൾ മൈൻഡുമാണ്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോ ഇത് നമ്മളെ ഒരു ക്യാരക്ടർ പഠിക്കുമ്പോ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോ നമുക്ക് മനസ്സിലാകും അന്ന് ആൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന നടക്കാതെ പോയ കാര്യങ്ങൾ ആളിന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ ഇതിന് സ്ട്രഗിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ചിന്തയില് ഒരു പക്ഷെ ഇപ്പൊ ഞാനിപ്പോ ഒരു ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞു. ചിലപ്പോ അതായിരിക്കും ആൾക്ക് ഷോർട്ടേജ് ഉണ്ടായിരുന്നുണ്ടാവുക ചൈൽഡ്ഹുഡിലും ചെറുപ്പത്തിലും. അത് വളർന്നു വരുമ്പോ അതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. പല തരത്തിലുള്ള ഡ്രസ്സ് ചിലരുണ്ട് ഇങ്ങനെ ആരും അംഗീകരിക്കാത്ത വ്യക്തികൾ. അവരെ നമ്മൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം ചെറുപ്പത്തിൽ അംഗീകാരം കിട്ടാത്ത ആളുകൾ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങൾ. അതില് ഒരു സംഭവമാണ് ഈ ഡ്രസ്സിങ്ങിൽ തന്നെ ഇങ്ങനെ പല എന്താ പറയാ ഫ്ലൂറസെന്റ് കളറൊക്കെ ഇട്ടിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം. ചില ഡ്രസ്സ് ഇടുന്നവർ അവര് സ്ഥിരം അങ്ങനത്തെ ഡ്രസ്സ് ഇടുള്ളൂ. കാരണം എല്ലാവരും ആകർഷിക്കണം എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് വന്നിട്ടുണ്ടാവും. അപ്പോ ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല. അവര് ചെയ്യുന്ന ആ ഒരു ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് അവരുടെ അൺഫുൾഫിൽഡ് പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. ഇതാണ് അടുത്ത ഒരു മാറ്റർ. അതിലും നമുക്കൊരു ഹീലിംഗ് കിട്ടേണ്ടതുണ്ട്. ഒരു ഹീലിംഗ് കിട്ടിയാൽ എന്താ ഗുണം? നമ്മിൽ സാറ്റിസ്ഫൈഡ് ആവും. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർക്കും നമ്മളോട് അട്രാക്ഷൻ വരും. അതാണ് ശരിക്കും സംഭവിക്കുന്ന കാര്യം. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഒരു കാര്യം ഫോൾസ് ഇൻഫർമേഷൻ ആണ്. തെറ്റായ അറിവുകൾ ഇന്ന് നമ്മളെ പല രീതിയിൽ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയമാണ്. എങ്ങനെയാണ് ഭയം നമ്മിൽ രൂപപ്പെട്ടത്? അതായത് ഭയം രൂപപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടി, ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയം എന്ന വികാരം ആ കുഞ്ഞിലില്ല. ആ കുഞ്ഞിനെ അറിയില്ല, പേടി എന്താണെന്ന് അറിയില്ല. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു എങ്ങനെ പറയാം, ഒരു 80% അല്ലെങ്കിൽ 80-90% ആളുകൾക്കും ഇരുട്ടിനെ പേടിയുള്ള ആളുകളാണ്, അല്ലെ? വളരെ കുറച്ച് പേർക്കാണ് ഇരുട്ടിനെ പേടിയില്ലാത്തതുകൊണ്ട്. ബാക്കി എല്ലാവരും തന്നെ ഇരുട്ടിനെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ഇരുട്ട് ഇഷ്ടപ്പെടാത്തവരാണ്, അല്ലെങ്കിൽ ഭയപ്പെടുന്നവരാണ് ഒരു പരിധി വരെ. അപ്പൊ എങ്ങനെയാണ് ഈ ഇരുട്ടിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ രാത്രിയെ കുറിച്ചുള്ള ഭയം ഒരു കുഞ്ഞിലേക്ക് കടന്നു വരുന്നതെന്ന് പരിശോധിക്കുമ്പോ ആ കുഞ്ഞിനെ അറിയില്ല രാത്രി ഇരുട്ടാണോ പകൽ വെളിച്ചമാണെന്നൊന്നും ആ കുഞ്ഞിനെ ഇല്ലാത്ത കാലത്ത് ആ കുഞ്ഞിനെ കയ്യിലെടുക്കുന്ന അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ആയിക്കോട്ടെ, അവര് ഈ കുഞ്ഞിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഏത് നാട്ടിലായാലും, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ മലയാളത്തിൽ പറയും, വേറൊരു സ്ഥലത്താണെങ്കിൽ ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴിൽ പറയും, ആന്ധ്രയിലാണെങ്കിൽ തെലുങ്കിൽ പറയും. അത് വിവിധ ഭാഷകളിൽ, അല്ലെങ്കിൽ യുഎസിലെ പുറത്താണെങ്കിൽ ചിലപ്പോ ഇംഗ്ലീഷിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർ പറയുന്ന ഒരു കാര്യം പുറത്ത് ഇരുട്ടാണ്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. പുറത്ത് ഇരുട്ടാണ്. രാത്രിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാക്കുകൾ പുറത്ത് ഇരുട്ടാണെങ്കിൽ കുഞ്ഞിതൊന്നും മനസ്സിലാവും, കുഞ്ഞിനറിയില്ല ഇരുട്ടെന്താണ്. പക്ഷെ പുറത്തെ ഇരുട്ടിനേക്കാൾ വലിയ ഇരുട്ടുണ്ടാവും ഈ കുഞ്ഞിന്റെ അമ്മയുടെ മുഖത്ത്. കുഞ്ഞ് തിരിച്ചറിയുന്നത് ഈ അമ്മയുടെ മുഖത്തെ ഇരുട്ടാണ്, അല്ലാതെ പുറത്തെ ഇരുട്ട് കുഞ്ഞിനെ തിരിച്ചറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കുഞ്ഞിലേക്ക് അറിയാതെ ഈ ഫിയർ എന്ന് പറയുന്നത്, ഭയം ഇൻഡ്യൂസ് ചെയ്യപ്പെടാണ്, ഉള്ളിലേക്ക് വരികയാണ്. നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താ? നമ്മുടെ തിരിച്ചറിവ് വരുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാവും എന്താണ് പകലുള്ളത് തന്നെ രാത്രിയിലുള്ളൂ, ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം. അപ്പൊ ആ തിരിച്ചറിവ് വരുമ്പോഴേക്കും
നമ്മളെ ഈ ഭയം വല്ലാതെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവും. ഞാൻ ഇതൊരു വികാരത്തെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ പല കാര്യങ്ങളും തെറ്റായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കുത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും നമ്മെ അനാവശ്യമായിട്ടുള്ള വേദനകളിലേക്കും ദുഃഖങ്ങളിലേക്കും, അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടാനായിട്ട്, വേദന ദുഃഖം ഒന്നും പറയാനില്ല, ഹാപ്പിനെസ് കുറയ്ക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു 3 ഏരിയാസിലും, അതായത് നമ്മുടെ മെമ്മറീസ് ഹീൽ ചെയ്യപ്പെടാനും, അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്, നമ്മൾ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ സഫലമാക്കാനും, അതുപോലെ തന്നെ തെറ്റായ അറിവുകളിൽ നിന്നുള്ള ഒരു ഡെലിവറൻസ്, മോചനം നമുക്ക് കിട്ടുമ്പോഴും മാത്രമാണ് ഹാപ്പിനെസ് ഏറ്റവും നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ലിവ് യുവർ ബെസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇതുവരെ വന്നു പോയിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നമുക്ക് ഈ ഒരു ഹീലിംഗ് നടക്കണം. ഈ ഹീലിംഗ് നടന്നാൽ എന്താ അഡ്വാൻറ്റേജ്? നമുക്ക് എൻ്റെ ലൈഫ് ഫ്യൂച്ചറിൽ റിമൈനിങ് പാർട്ട് ഓഫ് ദ ലൈഫ് നമുക്ക് വളരെ ഹാപ്പിനെസ്സോടുകൂടെ മുന്നോട്ട് പോകാം. ഒന്നും നമ്മളെ എഫക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ, നമ്മളെ ബാധിക്കാതെ കടന്നു പോകും. എന്ന് വെച്ചിട്ട് ഒരിക്കൽ ഹീലിംഗ് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായില്ല, പിന്നെ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ പറ്റണം. അപ്പൊ ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഹെർബൽ ലൈഫ് ന്യൂട്രീഷനിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം അല്ലെ, നമ്മള് സെമിനാറുകളിലൊക്കെ പറയാറുണ്ട്, ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? ഫുഡാണ്, ഭക്ഷണമാണ്. അത് ഏത് നേരത്താണെങ്കിലും, നല്ല നേരത്താണെങ്കിലും മോശം നേരത്താണെങ്കിലും നമ്മൾ ഭക്ഷണത്തെ നമ്മൾ ഉപേക്ഷിക്കാറില്ല. അപ്പൊ ചില ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം നമുക്ക് ഹാപ്പിനെസ് തരുന്ന, സന്തോഷം തരും അല്ലെ, നമ്മുടെ ഹാപ്പി ഹോർമോൺസിനൊക്കെ ട്രിഗർ ചെയ്യും. ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ ട്രിഗർ ചെയ്യപ്പെട്ടാൽ എന്താണ്? അത് നമുക്ക് ഹെൽത്ത് തരും, ആരോഗ്യം തരും. അതേസമയം സ്ട്രെസ് ഹോർമോൺസ്, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി പത്രം, അതായത് ഈ സംഗതികളൊക്കെ, ഈ ഏരിയാസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രെസ്, ഓരോ സമയത്ത് ഇങ്ങനെ സ്ട്രെസ് വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കും. എന്ത് തന്നെയായാലും ഹോർമോൺസ് എന്ന് പറയുന്നത് കെമിക്കൽസ് ആണ്. അപ്പോ ഹാർംഫുൾ കെമിക്കൽസ് ഉണ്ട്, യൂസ്ഫുൾ കെമിക്കൽസ് ഉണ്ട്. അപ്പോ യൂസ്ഫുൾ കെമിക്കൽസ് ആണ് നമുക്ക് പറയുന്ന, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഹോർമോൺസ് ആണ് നമ്മുടെ ഈ പറയുന്ന ഹാപ്പി ഹോർമോൺസ്. വേറെ ഹോർമോൺസ് ഉണ്ട് കേട്ടോ, ഇപ്പൊ ഇൻസുലിൻ, അതുപോലെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, TSH, ഇങ്ങനെയൊക്കെയുള്ള വേറെ ഹോർമോൺസ് ഉണ്ട്. അതിനെ കുറിച്ചല്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഹാപ്പി ഹോർമോൺസിനെ കുറിച്ചാണ്. അപ്പൊ ഹാപ്പി ഹോർമോൺസിനെ നമ്മൾ മാക്സിമം നമ്മുടെ ബോഡിയിൽ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക? അങ്ങനെ വരുമ്പോ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. സ്ട്രെസ് ഹോർമോൺസ് ഡെവലപ്പ് ചെയ്താലോ നമ്മുടെ ഹെൽത്ത് അൺഹെൽത്തി ആയിക്കൊണ്ടിരിക്കും. ഇപ്പോ നമുക്കറിയാം, നമുക്ക് 4 ഹാപ്പി ഹോർമോൺസ് ആണുള്ളത്. കുറെ പേർക്കെങ്കിലും അറിയാം. ഡോസ് എന്ന് പറയും ഇല്ലേ, ഡോസ്, ഡോപാമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ. ഇതാണ് ഡോസ്, 4 ഹോർമോൺസ്. അപ്പോ ഈ ഡോപാമിൻ ആണെങ്കിലും ഓക്സിറ്റോസിൻ ആണെങ്കിലും സെറട്ടോണിൻ ആണെങ്കിലും എൻഡോർഫിൻസ് ആണെങ്കിലും ഇതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹോർമോൺസ് ആണ്. അപ്പോ ഇത് പ്രൊഡ്യൂസ് ചെയ്താൽ എന്താ ഗുണം? ഇത് നമുക്ക് ഹാപ്പിനെസ് തന്നുകൊണ്ടിരിക്കും. ഈ ഹാപ്പിനെസ് കിട്ടുമ്പോൾ ഈ ഹോർമോൺസ്, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചിരിക്കാൻ പറഞ്ഞു. ചിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നുണ്ട്, സ്മൈൽ ചെയ്യുമ്പോൾ. അത് സംഭവിക്കുമ്പോ അല്ലേ, എനിക്കിപ്പോ തന്നെ നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു. സോ എന്താ പറയാ, ഹാപ്പിനെസ് ആണ്. ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു. ഞാൻ ചിരിക്കുന്നു, രാവിലെ ചിരിക്കുന്നു. എല്ലാവരും ഇത്രയും പേര് 200-250 പേരോളം ജോയിൻ ചെയ്തിരിക്കുന്നു. എല്ലാവരും നോക്കി ചിരിക്കാൻ പറ്റുന്നത് തന്നെ ഒരു ഹാപ്പിനെസ് തരുന്നുണ്ട്. നമ്മൾ അറിയാതെ അത് എൻജോയ് ചെയ്യും. അപ്പോ അത് എൻജോയ് ചെയ്യുമ്പോൾ ഈ ഒരു മോർണിംഗ് തന്നെ, ഈ ഒരു പ്രഭാതത്തിൽ തന്നെ നമുക്ക് വളരെ ഒരു ഹെൽത്തി മോർണിംഗ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോ എപ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാം? അപ്പൊ അത് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അതിനുള്ള വഴി. അതിനെന്ത് വേണം? നമുക്ക് നന്നായി ഉറങ്ങണം, എക്സസൈസ് ചെയ്യണം, നല്ല ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. പിന്നെ നല്ല ബന്ധങ്ങൾ, അല്ലെങ്കിൽ നല്ല ഗുഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിന് എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പ് വരും. അതായത് നമ്മുടെ
പാരന്റൽ മാതാപിതാക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗെറ്റ് ടുഗദർ, ഇതൊക്കെ നമുക്ക് ഹാപ്പിനെസ് തന്നുകൊണ്ടിരിക്കും. അപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെർബൽ ലൈഫ് പീപ്പിൾ എന്ന് പറയുന്നത് ലക്കി പീപ്പിൾ ആണ്. കാരണം നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന, എന്ത് പരസ്പരം സംസാരിക്കാവുന്ന ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച്, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഹെർബൽ ലൈഫ് കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെ വലിയ ഹാപ്പിനെസ്, എന്തുമാത്രം ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓരോ നമ്മുടെ ഗ്യാതറിംഗിലും, ഓരോ ക്ലബിലും, ഓരോ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ ക്ലബുകളിൽ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആകുന്നത് എന്താ കാരണം? ഇതുപോലെയുള്ള ഒരു ഹാപ്പി ഹോർമോൺസ് എല്ലാവർക്കും ക്രിയേറ്റ് ആകുന്നതുകൊണ്ടാണ് അല്ലെ? എത്രയോ പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, ആകെ ഒരു സങ്കടപ്പെട്ട ഒരു അവസ്ഥയിൽ ക്ലബിലേക്ക് വന്നു, രാവിലെ വന്നു, പക്ഷെ അവിടെ കുറച്ചു നേരം സംസാരിച്ചു, ഷെയ്ക്ക് കഴിച്ചു, ഫ്രഷ് കഴിച്ചു, അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് ഒന്ന് ഇടപഴകി, അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ്, നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടി മടങ്ങി പോയിട്ടുള്ള എത്രയോ പേരുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് നിൽക്കുമ്പോൾ നമുക്ക് അത് സാധിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹാപ്പി ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചില പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? നമുക്ക് ചില പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ്, അല്ലെങ്കിൽ അത് ചില ഈ സെറട്ടോണിനൊക്കെ, അതായത് നമ്മുടെ മൂഡ് ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ മൂഡ് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് സെറട്ടോണിൻ. സെറട്ടോണിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ, പ്രോട്ടീൻ സെറട്ടോണിനെ ട്രിഗർ ചെയ്യും, അല്ലെങ്കിൽ അത് പ്രോട്ടീൻ എടുക്കുമ്പോൾ നമ്മൾ സെറട്ടോണിൻ പ്രൊഡ്യൂസ് ആവും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ omega-3, നമ്മുടെ ലൈഫ് ലൈൻ, തീർച്ചയായിട്ടും ഇതൊക്കെ ഹോർമോണൽ ബാലൻസ് നടക്കുന്നത് ബ്രെയിനിൽ നിന്നാണ്. അപ്പൊ ബ്രെയിൻ ഫങ്ഷൻ ബെറ്റർ ആകുമ്പോൾ തന്നെ ഈ ഹോർമോണൽ ബാലൻസസ് കറക്റ്റ് ആവും. അപ്പോ omega-3 അത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു നമ്മുടെ സപ്ലിമെന്റ് ആണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആമാശയമാണ് അല്ലെ? ആമാശയത്തിന് എന്തെങ്കിലും സംഭവിച്ചു, നമ്മുടെ വയറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മുടെ കുളമാണ്. വയറുവേദനയോ അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ നശിപ്പിച്ച് കളയാൻ നമ്മുടെ ആ ഒരു കാര്യം വരും. അപ്പൊ നമ്മൾ വീണ്ടും ഒരു സ്ട്രെസ്സിലേക്ക് പോകും. അപ്പൊ വയറിനെ കംഫർട്ട് ആക്കി വെക്കാന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഒരു ഹാപ്പിനെസ് എൻജോയ് ചെയ്യാൻ റിലേറ്റഡ് ടു ഫുഡ്. നമ്മൾ ഭക്ഷണമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എന്താണ്? നമ്മുടെ പ്രോബയോട്ടിക് ആണ്. അപ്പൊ വയറെപ്പോഴും കംഫർട്ടായിട്ട് കാമായിട്ടിരിക്കും, ശാന്തമായിട്ടിരിക്കും, നമുക്ക് ദിവസം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനെ ചില സപ്ലിമെന്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഹോൾ ഡേ നമുക്ക് ആക്റ്റീവ് ആയിരിക്കാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ഹെർബൽ ലൈഫിൽ നമുക്ക് കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ്, അതല്ലെങ്കിൽ ഒരു ദിവസം തന്നെ നമുക്ക് എനർജറ്റിക് ആയിട്ടും ഹാപ്പിനെസ് ആയിട്ടും കൂടെ പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ എഫ്രഷ് എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് എഫ്രഷ് കഴിക്കുമ്പോൾ രാവിലെ തന്നെ ഒരു എഫ്രഷ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ട് അല്ലേ? കഴിക്കുമ്പോ തന്നെ ഒരു ഡിലൈറ്റഡ് ആയിട്ടുള്ള ഒരു സന്തോഷമൊക്കെ നമുക്ക് വരില്ലേ? അപ്പൊ എഫ്രഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മൂഡ് സ്വിങ്സ്, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു ദിവസം അല്ലെ, നമ്മുടെ സീനിയർ വെൽനസ് കോച്ച് പറയുന്ന പോലെ നമ്മളൊരു ക്ലബിലേക്ക് പോകുമ്പോ എങ്ങനെയായിരിക്കണം നമ്മുടെ മൈൻഡ് എന്നൊക്കെ പറയാറുണ്ട്. ഒരു അമ്പലത്തിൽ പോകുന്ന പോലെ, ഒരു പള്ളിയിൽ പോകുന്ന പോലെ ഒക്കെ, അതുപോലെ അത്രയും വിശുദ്ധമായ ഒരു സ്ഥലത്ത് പോകുന്ന പോലെ ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകേണ്ടതെന്ന് പറയും. അത്രമാത്രം. കാരണം അവിടെ നിന്ന് നമ്മൾ പോരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് നടക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ 3 ഏരിയാസിലേക്ക് വീണ്ടും പോവുകയാണ്. നമ്മുടെ അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് ആണെങ്കിലും, മെമ്മറീസിന്റെ ഓർമ്മകളുടെ ഹീലിംഗ് ആണെങ്കിലും, അതുപോലെ തന്നെ ഫോൾസ് ഇൻഫർമേഷൻസ് ആണെങ്കിലും, അതൊക്കെ മാറ്റാനുള്ള ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ഹെർബൽ ലൈഫ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ഉണ്ട്. നമുക്ക് ഹാപ്പിനെസ് തരുന്ന നല്ല റിലേഷൻഷിപ്സ് ഉണ്ട്, നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, നല്ല പ്രൊഡക്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട് ഹെർബൽ ലൈഫില്. സോ ഇന്ന് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട്
ഞാൻ ഈ ഒരു ഏരിയാസിൽ നമുക്ക് ചിലർക്കെങ്കിലും അത് ഒരു NLP ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ ഒരു തെറാപ്പി ഒക്കെ ആവശ്യമായിട്ടുള്ളവരുണ്ടാവും. കാരണം ഡീപ്പായിട്ട് പോയിട്ടുള്ളൂ. ഞാൻ സബ്ജക്ട് വെറുതെ ഒരു പെരിഫറൽ ആയിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ, അതിന്റെ ഡീപ്പിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ചിലർക്കെങ്കിലും ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചിലപ്പോൾ ഷെയറിങ്ങിലൂടെ ഒക്കെ മാത്രമേ അതിലൊരു ഹീലിംഗിലേക്ക് പോകാൻ പറ്റുള്ളൂ. എനിവേ തിരിച്ചറിയാം, ഇതൊക്കെ നമ്മളെ ലൈഫിൽ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ സമയമായി. കാരണം നമ്മൾ ഹെർബാലൈഫിലാണ്. ഹെർബാലൈഫിൽ നമുക്ക് ഇതെല്ലാം തരുന്നുണ്ട്. നമുക്ക് ഹെൽത്ത് തരുന്നുണ്ട്, ഹാപ്പിനെസ് തരുന്നുണ്ട്. അപ്പോ ഹെൽത്തും ഹാപ്പിനെസ്സും ഒക്കെ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ ഒരു ഫുൾ സ്വിംഗിൽ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയോട് കൂടെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ലൈഫ് റിമൈനിങ് പാർട്ട് ഓഫ് ദ ലൈഫ് നമുക്ക് ഹാപ്പി ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും. നമുക്ക് ഹാപ്പിനെസ് എൻജോയ് ചെയ്താലുള്ള ഗുണം എന്താ? മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പലപ്പോഴും നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ബുദ്ധിമുട്ടും നമ്മുടെ കാര്യങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റാറില്ല. പക്ഷെ നമ്മൾ ഹാപ്പിനെസ് എൻജോയ് ചെയ്താൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും നമുക്ക് ആ ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും. സോ താങ്ക് യു വെരി മച്ച്. വളരെ അറ്റൻറ്റീവ് ആയിട്ട് എല്ലാവരും കേട്ടിരുന്നു, വളരെ ശ്രദ്ധയോടെ ഇരുന്നു. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളും ഹാപ്പിനെസ് ആയിരിക്കട്ടെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകേണ്ടത് എന്ന് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ആരെങ്കിലും ഒന്ന് രണ്ട് പേര് ഫീഡ്ബാക്ക് പറയാവോ? ഇഷ്ടപ്പെട്ടോ? മോർണിംഗ്. നന്നായി ഒരു സ്റ്റോറിയിലൂടെ ഒക്കെ പറഞ്ഞത് അന്ന് ക്യാച്ച് ചെയ്തു. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സാറിന് വ്യക്തമായിട്ട് അവതരിപ്പിക്കാനും പറ്റി. ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ വരാനുള്ള കാരണം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ്. ഹെൽത്ത് ഇഷ്യൂസ് ആയ ടൈമില് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഹാബിറ്റിലൊക്കെ വളരെ മോശം പ്രകൃതിയായിരുന്നു. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഭാര്യനോടും വീട്ടിലൊക്കെ കസാര എടുത്തോടും പൊളിക്കും, അങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ ആയിരുന്നു. ഇതിൽ വന്ന് ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. ഹെൽത്ത് റിസൾട്ട് എടുത്തതിന് ശേഷം പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. വന്ന് മുട്ടുവേദന, ഊരവേദന, കഴുത്ത് വേദന അങ്ങനെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. അതൊക്കെ മെഡിസിനൊക്കെ നിർത്താനും പറ്റി. ഇപ്പോ 6 വർഷമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഈ ഫുഡ് കഴിക്കുന്ന കാരണത്താൽ ബ്രെയിനിലേക്ക് ബ്രെയിൻ ഫുഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടുള്ള റിസൾട്ടും കാണുന്നുണ്ട്. എൻ്റെ കൂടെ വരുന്ന ആൾക്കാർക്ക് റിസൾട്ട് എടുത്തു കൊടുക്കാനും പറ്റുന്ന ഇതാണ്. ഈ ഫസ്റ്റിൽ കണ്ടിരുന്ന ഞാൻ 2019 അൻസാർക്കൻ്റെ ക്ലബിൽ പോയിട്ട് എടുത്ത ഫോട്ടാണ്. അന്ന് എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു പ്രാകൃത സ്വഭാവമാണ്. ഇപ്പൊ ഇതിലേക്ക് ഇങ്ങനെ എന്നെ മാറ്റിയെടുക്കാൻ സഹായിച്ചത് എൻ്റെ കോച്ചായ സലീമ മാഡം, നസീർ സാറ്. അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഇപ്പോ അടുത്ത കാലത്ത് വെച്ചിട്ട് നമ്മുടെ അൻസാർ സാറാണ്. ഒരു മനുഷ്യനാക്കി മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് എനിക്ക് കിട്ടിയുള്ള റിസൾട്ട്. താങ്ക് യു ഹെർബാലെ, താങ്ക് യു മാർക്കസ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് അസ്മ ഷാജി, എടപ്പാളിനാട്. സാറിന്റെ ക്ലാസ്സിന് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഒരുപാട് നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഫസ്റ്റ് പറഞ്ഞ ചിരി, അതൊരു ചിരി നമുക്കൊരാൾക്ക് കൊടുക്കാൻ പറ്റിയെന്ന് പറയുമ്പോ ചിലപ്പോ എന്തെങ്കിലും ടെൻഷനിൽ ഇരിക്കുന്ന ആളുകളായിരിക്കും, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ആ ഒരു ചിരി ചിലപ്പോ കുറച്ച് നേരത്തേക്കെങ്കിലും അവർക്കൊരു ഹാപ്പിനെസ് കിട്ടും. ഒരു ചിരിയിലൂടെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ മറ്റൊരാൾക്കൊരു സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് നല്ലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫിയറിനെ പറ്റി പറഞ്ഞ കുട്ടികളുടെ വളരെ കറക്റ്റ് ആണത്. ഇന്നലെ കൂടെ ഹസ്ബൻഡ് പറഞ്ഞോളൂ, നമ്മളൊരു പാമ്പിനെ കാണുമ്പോ അതിനെ തൊടരുതെന്ന് നമ്മൾ അവരെ പേടിപ്പിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് പേടി. ഇല്ലെങ്കിൽ അവർക്ക് ഒരു പേടിയില്ല, അവർ പോയി തൊടും. എന്ത് കാര്യങ്ങളും ചെയ്യരുത് പറഞ്ഞിട്ട് മക്കളെ ചെറുതാവുമ്പോ തന്നെ നമ്മളാണ് പേടിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ വളരെ കറക്റ്റ് ആയിരുന്നു. നല്ലൊരു ഹാപ്പിനെസ് ഇന്നത്തെ സെഷനിൽ സാറിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരുടെ മുഖത്തും ആ ഒരു എന്റെ വരെ ആ ഒരു ചിരി നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഹാപ്പിനെസ് ഇതാണ്. Good morning. Thank you very much. Thank you very much. Sir, good morning. Sir, good morning. Morning. Good. അത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് മരുതൂരിലെ ഹെർബാൽ ലൈഫിൽ നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. സാറിന്റെ ക്ലാസ് കേട്ട് ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഇവിടെ വന്നേ ഉള്ളൂ. ഈ ഹെർബാൽ ലൈഫിൽ ഇപ്പം പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ.
അപ്പോ കൂടുതലും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ക്ലാസ്സിലെല്ലാം കേട്ടത്. പിന്നെ ആദ്യമായിട്ടാണ് മാനസികമായ ഒരു തലത്തിലേക്ക് ഈ ഹെർബാ ലൈഫിന് ബന്ധമുണ്ടെന്നാണ് അറിയുന്നത്. കാരണം കൂടുതലും ഫിസിക്കലായിട്ടുള്ള ഒരു മേഖലയാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അപ്പം സാറിന്റെ ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിനകത്ത് സാറ് ഹീലിംഗിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അതായത് നമുക്ക് നമ്മുടെ ഭൂതകാലത്തിന്റെ ഓർമ്മകളിൽ നിന്നും അങ്ങനെയുള്ള മുറിവുകളിൽ നിന്നൊക്കെ സൗഖ്യം വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ആ സൗഖ്യം അത് നമ്മോട് കുറച്ചുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യും. എങ്ങനെയാണ് ആ സൗഖ്യം കിട്ടുന്നത്, എങ്ങനെയാണ് നമുക്ക് ആ ഫോർഗിവ്നെസ് കൊടുക്കാൻ പറ്റുന്നത്, അതിനാധാരമായിട്ടുള്ള നമ്മൾ എങ്ങനെയാണ് അത്, അതായത് ഒരു വ്യക്തി നമ്മളോട് ദോഷം ചെയ്യുന്ന സമയത്ത് ക്ഷമിക്കാതെ പറയുന്നെങ്കിലും അത് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ പറ്റും, അത് വിശദീകരിക്കാം. അത് നമുക്കൊരു ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ. അതിന് ടൈം എടുക്കും. ഒരു തെറാപ്പി തന്നെ അത് എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ട് തന്നെ വേണം അത് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സംസാരിച്ചുകൊണ്ട് വേണം മനസ്സിലായില്ല അതെന്താണ്? അതിനൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഇപ്പോ തെറാപ്പിസ്റ്റ്, ഇപ്പോ സൈക്കോളജിസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലീഡേഴ്സ് അങ്ങനെയുള്ള ഒരാളുടെ ഹെൽപ്പ് ആവശ്യമാണ്. ഓക്കെ, ആത്മീയമായിട്ടുള്ള ഒരു ലീഡറിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. യെസ് യെസ്. താങ്ക് യു സർ, താങ്ക് യു. എത്ര അറിഞ്ഞു. ഓക്കെ, താങ്ക് യു ഓൾ. ഒരിക്കൽ കൂടെ ഈ ഒരു അവസരം തന്ന നമ്മുടെ ഓർഗനൈസേഷനും അതുപോലെ തന്നെ രാജ്കുമാർ സാറിനും ആൻഡ് ഓഫ് കോഴ്സ് എല്ലാവർക്കും, ഇന്ന് സ്നേഹത്തോടെ കേട്ട എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ഒരു ഹാപ്പി ലൈഫ് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ബൈ.